ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസിയയിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിന്റെ ദൈവിക ആലോചനകൾ തുടർച്ചയായിട്ട് കേൾക്കുവാൻ അതിന്റെ 3-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ 18-ാം വാക്യം വായിച്ചു. നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ചു കൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേഖവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് വിധി പറയും. ഈ 2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കുറവുകൾക്ക് 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പരിഹാര മാർഗം കൂടെ പറഞ്ഞിരിക്കുക. നമ്മൾ അങ്ങനെയാണ് ആ 2 വാക്യങ്ങളിലും ചിന്തിച്ചത്. അതിൽ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, ഈ 4 കാര്യം നമ്മൾ ചിന്തിച്ചു. ബാക്കി അവിടെ ഉള്ളത് നഗ്നൻ എന്ന വാക്കാണ്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ഈ വാക്യം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ആ കുരുടൻ എന്ന വാക്ക് ചില കാര്യങ്ങൾ പറയുവാനുള്ള പ്രേരണയും ഹൃദയ താല്പര്യവും ദൈവം തന്നു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ദിവസങ്ങളിൽ പല സഹോദരന്മാരോട് സംസാരിക്കുമ്പോഴും ഹൃദയത്തിന്റെ വളരെ ഭാരത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അത്. അപ്പം അത് എനിക്കും പ്രത്യേക ദൈവിക ആലോചനയായിട്ട് പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് അല്പം കൂടി വിശദമായിട്ട് കാര്യം നിങ്ങളോടും പങ്കുവെക്കാം എന്ന് വിചാരിക്കുക. കുരുടൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബ്ലൈൻഡ്. അതിൽ ആത്മീയമായ അർത്ഥമാണ് എന്ന് നമുക്കറിയാം. നാം അത് ചിന്തിക്കുകയും ചെയ്തു. ദൈവം നമ്മളെ പ്രകാശമുള്ളവരാക്കി തീർത്തു, പ്രകാശമാക്കി തീർത്തു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ അത് പരിഹരിച്ച് പോയില്ലെങ്കിൽ ലഭിച്ച ആ ഒരു പ്രകാശം ഉൾക്കാഴ്ചയ്ക്ക് കുറവുണ്ടാകും. അതാണ് അവിടുത്തെ മുഖ്യമായ ആശയം. അതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്ന, അഡീഷണലായിട്ട് ചിന്തിക്കുന്ന കാര്യം. അതിലൊന്ന്, സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ബിലയാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിലയാമ് ബാലാക്കിന്റെ ഉപദേശപ്രകാരം ദൈവജനത്തെ ശപിക്കുവാനായിട്ട് വരികയാണ്. ശപിക്കാൻ സാധിക്കുന്നില്ല. ധാരാളം പണം അവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. ശപിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല. താൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു, താൻ പിന്നെയും പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചായിട്ട് നമ്മൾ ആ 22, 23 അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. താൻ അങ്ങനെ പോകുമ്പോൾ പിന്നെയും പ്രാർത്ഥിച്ചിട്ടങ്ങ് പോവാം. അവിടെ വായിക്കുന്നത്, അത് യഹോവയ്ക്ക് അനിഷ്ടമായി, ദൈവത്തിന് കോപമുണ്ടായി, എങ്കിലും താൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സംഭവം ഉണ്ടായത്, താൻ കഴുതപ്പുറത്ത് പോകുമ്പോൾ ദൈവം തന്നെ നശിപ്പിക്കുവാനായിട്ട് ഊരിപ്പിടിച്ച വാളുമായി ദൂതനെ അയച്ചു. അവിടെ വായിക്കുന്നത്, ദൂതൻ വാളുവാൻ നിൽക്കുന്നത് കണ്ടതാരാ? കഴുതയാണ്. അതിന്റെ കാരണം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് അതിന്റെ ആശയം പറയാം. ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നതെല്ലാം പണം, പണം, വെള്ളി, സ്വർണം, പ്രതാപം, സ്ഥാനം, ഇത് മാത്രമാണ്. മറുഭാഗത്ത് ശവിക്കും തെറ്റാണെന്നറിയാം, ശവിക്കാതിരിക്കാൻ പറ്റത്തില്ല, ദൈവം അനുവദിക്കുന്നുമില്ല, ഇദ്ദേഹം പ്രഷർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് വേണം? എനിക്ക് സ്വർണം, വെള്ളി, സ്വർണം, വെള്ളി, പണം, ഇതാണ് മനസ്സിലിരിക്കുന്നത്. ഇത് മനസ്സിലിരിക്കുമ്പം ഇത് മനസ്സിനെ ഒരു ലെയറായിട്ട്, ഒരു തടസ്സമായിട്ട് മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് ദൈവം നിൽക്കുന്നതോ വാള് നിൽക്കുന്നതോ കാണുന്നില്ല. അതാ ഇതിന്റെ ആത്മീയ അർത്ഥം. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് എന്താ വാളെന്ന് പറഞ്ഞാലേ ദൈവത്തിന്റെ വചനമാണ്. വചനം പ്രസംഗിക്കുന്നതിൽ മനസ്സിലാകത്തില്ല, വായിച്ചാലും പിടി കിട്ടത്തില്ല, ഇങ്ങനെ ഇരുന്ന് കേൾക്കത്തേ ഉള്ളൂ പലരും. കാരണം എന്താ? മനസ്സിലിരിക്കുന്ന മറ്റു പലതുമാണ്. ഇത് നമ്മുടെ ഉൾക്കാഴ്ചയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിനേക്കാൾ അധികം, ദൈവത്തെക്കാൾ അധികം, വചനത്തെക്കാൾ അധികം, സഭയേക്കാൾ അധികം നമുക്ക് പല വിഷയങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതൊരു മറയായിരിക്കും. ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. പക്ഷെ കഴുത കണ്ടു, ആത്മാവില്ലാത്ത കഴുത.
നശിച്ചു പോകുന്ന മൃഗം അത് കണ്ടു. എന്നിട്ട് പോലും ഈ മനുഷ്യന് കാണാൻ പറ്റിയില്ല. എത്രമാത്രം അധപ്പതിച്ചു എന്നോർക്കണം. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് കുറവരുന്ന കാര്യങ്ങൾ വരരുത്. ദൈവം, ദൈവത്തിന്റെ വചനം, ദൈവജനം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കരുതണം. ഇല്ലെങ്കിൽ ക്രമേണ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാഴ്ചപ്പാടിന് കുറവ് വന്നു പോകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊരു സംഭവം, അബ്രഹാമിന് ദാസിയായ ഹാഗാറിന് ഒരു ഇസ്മായിൽ ജനിച്ചു. അതിന് പിന്നാലെ സാറയ്ക്ക് ഒരു ഇസ്ഹാക്ക് ജനിച്ചു. അവിടെ ആകെപ്പാടെ പ്രയാസമായി. ആ പ്രയാസത്തിന് പരിഹാരമായിട്ട് സാറ പറഞ്ഞതനുസരിച്ച്, സാറയാണ് ആദ്യം പറഞ്ഞതനുസരിച്ച് ഈ ഇസ്മായിലിനെ ഹാഗാറിനെ കൂടെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു ദൂരത്തിൽ വെള്ളവും കൊടുത്തു വിട്ടു. അവർ പോയി. വെള്ളം അങ്ങ് തീർന്നു. ദാഹമായി, പ്രയാസമായി. ആ കുഞ്ഞിനെ മരിക്കുന്നത് കാണാൻ വയ്യെന്നും പറഞ്ഞ് അവരെ മാറ്റി വെള്ളത്തിട്ടിട്ട് അവളിങ്ങനെ മാറി നിൽക്കുക. വളരെ ഭാരത്തോടെ അവൾ നിൽക്കുമ്പോൾ ഒന്ന് വായിച്ച ഭാഗം 21-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം. അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ദൈവം അവിടെ ഇടപെടുക. ദൈവം അവിടെ തുറന്നു എന്ന് വായിക്കുന്നത് വാസ്തവത്തിൽ അവർക്ക് കുടിപ്പാൻ ആവശ്യമുള്ള വെള്ളം ലഭിക്കുന്ന ഒരു ഉറവയല്ല തുറന്നത്. നോക്കിക്ക് എന്താ തുറന്നതെന്ന്. 21-ാമത്തെ അധ്യായം അതിന്റെ 19-ാം വാക്യം എന്തുവാ? ആഹാ, ആ, മനസ്സിലായോ? ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവിടെ ഒരു നീരുറവ കണ്ടു. അപ്പൊ നീരുറവ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവൾക്ക് കണ്ണുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ സംഭവം എന്താ? ഈ കണ്ണിനും നീരുറവയ്ക്കും ഇടയ്ക്ക് അവളുടെ ദുഃഖം, അവളുടെ ഭാരം, അവളുടെ നിരാശ. എന്റെ മകൻ, അവൻ എങ്ങനെ വളരും? അവന്റെ ഭാവി എങ്ങനെയാ? അവൻ മരിച്ചു പോകുമോ? അവൻ ജീവിച്ചിരിക്കുമോ? അവിടെ കണ്ണിനും നീരുറവയ്ക്കും ഇടയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ് ഇത്. മനസ്സിലായോ? ആ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ വെള്ളമുണ്ടവിടെ, ദൈവം വെച്ചിരിക്കുന്ന വെള്ളമുണ്ടവിടെ, അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ അവളുടെ കണ്ണുനീര് കണ്ട ദൈവം, നമ്മളങ്ങനെയല്ലേ പാട്ട് പാടുന്നത്, അല്ലയോ? കണ്ണുനീര് കണ്ട ദൈവം തുറന്ന് അവിടെ കണ്ണ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയും സംഭവം ഉണ്ടാകാം. നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഭാരം വന്നാൽ, മക്കളെക്കുറിച്ചുള്ള അമിതമായ ഭാരം വന്നാൽ, ആരോഗ്യത്തെക്കുറിച്ച് അമിതമായ ഭാരം വന്നാൽ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട് തൊട്ട് മുമ്പിൽ. അതിനൊക്കെ പരിഹാരം വെച്ചിട്ടുണ്ട്. നമ്മൾ അത് കാണാൻ കഴിയാതെ ഒരു ചെറിയൊരു ബ്ലൈൻഡ്നെസ്, ഒരു അന്ധത നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചെറിയ നിരാശ നമ്മളെ ബാധിക്കും. നമ്മൾ ഒന്ന് മന്ദീഭവിച്ചു പോകും. ആത്മീയ കാര്യത്തിൽ ഒരു കുറവുണ്ടാകും. അങ്ങനെ വരുവാനായിട്ട് പാടില്ല. അതിനെന്താ ചെയ്യണമെന്നറിയാമോ? എന്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ആത്മാവിന്റെ രക്ഷ. അത് തമ്പുരാൻ സാധിച്ചു തന്നു. ഇനി ബാക്കിയുള്ളത് അതിൽ എത്രയോ ചെറുതാ എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ സംശയവും പ്രയാസവും നിരാശയോ നമുക്ക് വരത്തില്ല. അപ്പോൾ ഹാഗാറിനെ സംബന്ധിച്ച് അവളുടെ കണ്ണ് തമ്പുരാൻ തുറന്നു. ഉറവയല്ല തുറന്നത്, തുറന്നു കിടന്നു ഉറവ കാണാൻ കഴിയാതെ കൊണ്ടുമുള്ള നിരാശ സമയത്ത് അവളുടെ കണ്ണ് തുറന്നു. അവൾ വെള്ളം കൊടുത്ത് ആ പൈതലിന്റെ കാര്യം അനുഗ്രഹമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മൂന്നാമത്തെ കാര്യം, രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ സംഭവമാണ്. ഏലിശയും ഏലിശയുടെ ശിഷ്യനും. അരാം രാജാവിന്റെ സൈന്യം ഏലിശയെ പിടിക്കുവാനായിട്ട് വരുന്നു. രാജാവ് അവരെ അയച്ചതാണ് ഏലിശയെ പിടിച്ചുകൊണ്ട് വരാൻ. രാവിലെ എഴുന്നേറ്റ് ശിഷ്യൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, വലിയൊരു കൂട്ടം സൈന്യം രഥങ്ങളും കുതിരകളുമായിട്ട് അവരുടെ ചുറ്റും വന്ന് വളഞ്ഞു കഴിഞ്ഞു. അവനങ്ങ് ഭയപ്പെട്ടു പോയി. യജമാനോട് പറഞ്ഞു, നോക്ക് യജമാനെ, സൈന്യം വന്നിരിക്കുന്നു, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ആ ഭാഗത്ത് വായിച്ച് 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രി ചെന്ന് പട്ടണം വളർന്നു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ആ ബോധ്യം ഗുരുവിനുണ്ട്, ഏലിശയ്ക്കുണ്ട്. എത്ര സൈന്യം വന്നാലും രഥം വന്നാലും കുതിര വന്നാലും അവരോടുകൂടെ ഉള്ളതിനേക്കാളും അധികം നമ്മളോടുകൂടെ ഉണ്ട്. അതാരാ? ദൈവത്തിന്റെ ദൂതന്മാര്, ദൈവം തന്നെയുണ്ട്. ആ ബോധ്യം അനുഭവ സമ്പത്ത് ഉള്ള ഗുരുവിനുണ്ട്. ശിഷ്യനാരാ? ശിഷ്യന് യഥാർത്ഥ ശിഷ്യനായിരിക്കാം, പിന്നെ കൂടെ കൂടിയവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലർ, കൂടെ കൂടുന്നവരുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, കൂടാരും വന്നു.
ലോത്ത് വന്നു. അതെന്നും തലവേദനയായിരുന്നു. പിന്നെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പടവ് കയറി നമുക്ക് അക്കരെ പോകാമെന്ന് പറഞ്ഞു. പോയി. കുറെ ചെറുപടകും കൂടെ തിന്നു. ചെറുപടകും അക്കരെ പോയോ അറിയത്തില്ല. ചെറുപടവ് പോയെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇവരൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് വിളിച്ചവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഇക്കരെ ആളുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ. കൂടെ കൂടുന്നവരുണ്ട്. കൂടെ കൂടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ യജമാനന്റെ കൂടെ നടന്നിട്ട്, ഈ സഹോദരന്റെ കൂടെ നടന്നിട്ട്, ഈ സഭയിൽ കൂടി വന്നിട്ട്, ഈ മീറ്റിങ്ങിനെല്ലാം സംബന്ധിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഒരു വ്യത്യാസം വന്നില്ലെങ്കിൽ, കണ്ണു തുറന്നില്ലെങ്കിൽ എന്തോ ഗുണം, എന്തോ പ്രയോജനം? യജമാനൻ എന്ന് പറഞ്ഞ ആ ബാല്യക്കാരൻ അങ്ങ് നിരാശപ്പെട്ട് പറയാ. അപ്പൊ യജമാനൻ പറഞ്ഞു, ഏലിശ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, അവരുടെ കൂടെയുള്ളവരെക്കാളും അധികം ആൾക്കാര് നമ്മുടെ കൂടെയുണ്ട്. അവനത് പിടികിട്ടിയില്ല, അവനതിന്റെ അർത്ഥം പോലും മനസ്സിലായില്ല. ഉടനെ ഏലിശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ആ അപ്പൊ അവന് സമാധാനമായി. കാണത്തക്കവണ്ണം കണ്ണു തുറക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ അകക്കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞത്. ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഈ അഗ്നിമയ രഥങ്ങളെ ഒന്നും. ദൈവിക പദ്ധതികളെ, ദൈവിക സംരക്ഷണത്തെ, ദൈവത്തിന്റെ നടത്തിപ്പുകളെ നാം കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷിക്കണമെങ്കിൽ ഈ കണ്ണ് പോരാ, അകത്തെ കണ്ണ് തുറക്കണം. അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കാഴ്ചപ്പാട് അതൊരു ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും കിട്ടുന്നില്ല. ഏലിശയുടെ കൂടെ നടന്നതുകൊണ്ട് ശിഷ്യന് കിട്ടത്തില്ല. മുടിയമ്പുത്രൻ മടങ്ങി വന്നു. അപ്പനവനെ സ്വീകരിച്ചു. അപ്പന്റെ മൂത്ത മകൻ വെളിയിരിക്കുക, അകത്ത് കയറുന്നില്ല. സംസാരിച്ച് പറഞ്ഞു, മകനെ, നീ ഇത്ര നാൾ എന്റെ കൂടെ ആയിരുന്നല്ലോ, എന്റെ ഗുണം അപ്പന്റെ കൂടെ ആയിരുന്നു. അപ്പന്റെ സ്വഭാവം അവന് കിട്ടിയിട്ടില്ല. അപ്പൻ ക്ഷമിക്കാൻ തയ്യാറാ, സ്നേഹിക്കാൻ തയ്യാറാ, കൊടുക്കാൻ തയ്യാറാ, സ്വീകരിക്കാൻ തയ്യാറാ. മകനോ ഇതൊന്നും തയ്യാറല്ല. കാരണം എന്നാ? കൂടെ ഉണ്ടെന്നുകൊണ്ട് കാര്യമില്ല. മീറ്റിങ്ങിന് വന്നിട്ട് കാര്യമില്ല, ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളുകൾ കഴിയുമ്പോഴെങ്കിലും എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് കാഴ്ചപ്പാടിന് വ്യത്യാസം വരണം. എങ്ങനെ വരണം? മന്ദീഭവിച്ചു പോകുകയല്ല, കൂടുതൽ കാഴ്ചപ്പാട് ഉണ്ടായേ പറ്റൂ. സാധാരണ ഒരു ജീവിതം ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ലെന്ന പറഞ്ഞതിന്റെ ആശയം. ഇനി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച് അതിന്റെ 13-ാമത്തെ വാക്യം. ഗിൽഗാലിൽ പാളയമിറങ്ങി അവരെ പെസഹ ആചരിച്ചു, ദേശത്തെ വിളവുകൊണ്ട് അപ്പം തിന്നു, അവിടുത്തെ മന്ന നിന്നുപോയി. ഇങ്ങനെ ഒത്തിരി നന്മ അനുഭവിച്ച ശേഷം സംഭവിച്ചൊരു കാര്യമാണ് 13-ാമത്തെ വാക്യം. യോശുവ ചാപ്റ്റർ 5:13. കണ്ടല്ലോ അല്ലേ? കണ്ടു. മിട്ടം വായിച്ചു വന്നായിരുന്നു. കണ്ടില്ലെന്നാ. യോശുവ കണ്ടു. ഒരു ദൂതൻ വാളുകൊണ്ട് നിൽക്കുക, ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത്. യോശുവൻ ചോദിച്ചു, നീ ശത്രുപക്ഷക്കാരനോ ഞങ്ങളുടെ പക്ഷക്കാരനോ? എന്താ മറുപടി? നോ, അല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ശത്രുപക്ഷക്കാരനുമല്ല, നിന്റെ പക്ഷക്കാരനുമല്ല, പിന്നെ ആരുടെ പക്ഷക്കാരനാ? ദൈവത്തിന്റെ അധിപതിയാ. മനസ്സിലായോ? അവിടെ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. യോശുവ എന്തുകൊണ്ട് വാൾ ഉരുപ്പിടിച്ചിരിക്കുന്ന ദൂതനെ കണ്ടു? അല്ല, കാരണം യോശുവ ഗിൽഗാലിൽ പാളയമടിച്ച് ദേവതയുമായിട്ട് പാർക്കുമ്പോൾ അവിടെ ദേശത്തെ വിളവ് കൊണ്ട് അവർ ആഹാരം കഴിച്ചു, മന്ന നിന്നുപോയി, അവർ യാഗം കഴിച്ചു, പെസഹ ആചരിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോഴും യോശുവയുടെ ഉള്ളിനുള്ളിൽ ഭാരമുണ്ട്. ദൈവം ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു, എന്റെ ദാസനായ മോശ മരിച്ചു, നീ ഈ ജനങ്ങളെ കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്തെ ചെന്ന് കൈവശമാക്കി അവർക്ക് വിഭാഗിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ അയച്ചതാ. ഞാൻ എങ്ങനെ പിടിക്കും ദേശമൊക്കെ? ഈ ദേശം എങ്ങനെ കൈവശമാക്കും? ഈ ഭാരം തന്റെ ഹൃദയത്തിലുണ്ട്. ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്തും, എങ്ങനെ യുദ്ധം ചെയ്യും? ഈ കാര്യത്തിൽ താൻ വളരെ ഭാരത്തോടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയോടെയല്ല, ഇതെങ്ങനെ സാധിക്കും ചിന്തയോടെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ ദൂതനെ അയച്ചു. അതുകൊണ്ട് ദൂതനെ കാണാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? ഈ യോശുവ നിരാശപ്പെട്ട് എന്നെ കൂടെ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മന്ദീഭവിച്ച അവസ്ഥയിൽ ഇരിക്കുമായിരുന്നെങ്കിലോ, ദൂതൻ വരും, ദൂതനെ കാണത്തില്ല, പിന്നെ ദൈവം ഇടേണ്ടി വന്നതിനെയും കാണിക്കാനായിട്ട് ഹാഗാറിനെ കാണിച്ചതുപോലെ. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ നാം താല്പര്യപ്പെടുമ്പോൾ അതിന് മുൻപിൽ അല്പം പ്രതികൂലമോ തടസ്സമോ കണ്ടാലും നിരാശപ്പെടാതെ, കർത്താവെ എന്നെ സഹായിക്കണം, നീ പറഞ്ഞത് ചെയ്യാനുള്ള കൃപത, ആരോഗ്യത, പരിജ്ഞാനത, സമയത,
ആനുകൂല്യം താ എന്നുള്ള മനോഭാവത്തോടെ നിന്നാൽ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. യോശുവ ഇതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ പഴയ നിയമ പിതാക്കന്മാര് പലപ്പോഴും പലതിനും മാതൃക അല്ലാത്തവരും ഉണ്ടല്ലോ. അതിലൊരാളാണ് ഇസഹാക്ക്. മാതൃക അല്ലാത്ത ഒരാളാണ്. 27 അധ്യായം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 1 വാക്യം. ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സ് 1. ഇസഹാക്കിന്റെ ഒരു പ്രത്യേകതയോടെ പറയുന്നത്, അത് ആശ്ചര്യമായ കാര്യമാണെങ്കിൽ പോലും അതിന്റെ പിന്നിലുള്ള ആത്മീയ അർത്ഥവും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് നോക്കി 27:1. ഇസഹാക്ക് വയസ്സ് ചെന്ന് വൃദ്ധനായി, കണ്ണ് കാണുവാൻ കഴിയാതെയായി. മതി, കണ്ണ് കാണാൻ. ഇത് പറഞ്ഞിരിക്കുന്നത് തന്റെ ശരീരത്തിൽ കാണുന്ന 2 കണ്ണിനെക്കുറിച്ചാണ്, ബാഹ്യമായ കണ്ണിനെക്കുറിച്ച്. സംശയമൊന്നുമില്ല. കണ്ണ് കാണാൻ വയ്യ. അത് സാധാരണ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ഇസ്ഹാക്കിനെ സംബന്ധിച്ച് ആ ബാഹ്യമായ കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ആന്തരിക കണ്ണിനെയും ബാധിച്ചിരുന്നു. കാരണം എന്നാ, ഭാര്യയും ഭർത്താവും കൂടെ 2 മക്കളെ രണ്ടായിട്ടാണ് സ്നേഹിച്ചത്. ആദ്യം ഒരാളെ സ്നേഹിച്ചു, മറ്റൊരാളെ സ്നേഹിച്ചു. അത് തന്നെ തെറ്റ്. അത് ആന്തരികമായ പ്രകാശം ഇല്ലാഞ്ഞിട്ടാ. 2, പ്രായമായ സമയത്തും ഈ മനുഷ്യന്റെ ആഗ്രഹം എന്തുവാ? നല്ല സ്വാദുള്ള ഇറച്ചി കഴിക്കണമെന്നാണ്. മനസ്സിലായോ? അത് മാത്രമാണോ? ഇറച്ചി കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിന്നെ. ഇത് എന്ത് കാഴ്ചപ്പാടാ? അപ്പൊ ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ കണ്ണ് മാത്രമല്ല മങ്ങിയത്, അകത്തെ കണ്ണ് മങ്ങി. അപ്പോഴും തിന്നണം, കുടിക്കണം, തന്നാൽ അങ്ങോട്ട് അനുഗ്രഹം തരാം എന്ന് പറയുന്ന മനോഭാവം. പ്രായമായതുകൊണ്ട് കാര്യമില്ല. വർഷങ്ങൾ കുറെയായി പാരമ്പര്യം പറയാനുണ്ട്. ഞങ്ങൾ തലമുറയായി ബ്രദറുകാരാ. അതുകൊണ്ട് എന്താ അകത്തെ കണ്ണ് തുറന്നില്ലെങ്കിൽ ഒരു പാരമ്പര്യം പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഇസ്ഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായതുകൊണ്ട് ഒരു ഗുണവുമില്ല. 2 പേരെ രണ്ടായിട്ട് പറഞ്ഞു വിടേണ്ടി വന്നു. അനുഗ്രഹം കൊടുത്തിടത്തിന് ഓടിപ്പോവേണ്ടി വന്നു. ഇതിന്റെ കാരണം എന്താ? അകത്തെ കണ്ണിന്റെ പ്രകാശം നഷ്ടപ്പെട്ടതാ. അതിന് തെളിവാണ് പുറത്തെ കണ്ണ്. ഇനി വേറൊരു സഹോദരനുണ്ട്, അദ്ദേഹം നമുക്ക് മാതൃകയാണ്. നോക്കിക്കേ, ആവർത്തന പുസ്തകം 34 അധ്യായം, Deuteronomy chapter 34 verse 7. 34ന്റെ 7 വാക്യത്തിൽ മോശയെക്കുറിച്ച് വായിക്കുന്നു. മോശ ഇതുപോലെയല്ല, നമുക്ക് മാതൃകയാക്കാവുന്ന സ്വഭാവം തനിക്കുണ്ട്. 34ന്റെ 7, Deuteronomy chapter 34 verse 7. മോശ 120 വയസ്സായിരുന്നു. കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. എത്ര അനുഗ്രഹപ്പെട്ട കാര്യമായി. ഇത് വെറുതെ ശാരീരിക കണ്ണ് മാത്രമല്ല, കണ്ണ് മങ്ങിയുമില്ല, ദേഹബലം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുറച്ചാൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഞാനേ അവിടെ ഒരു ചെന്നൊന്ന് കണ്ടോട്ടെന്ന്. എവിടാ? കനാനില്. ആ കണ്ടോട്ടം ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു നീ പോകത്തില്ലെന്ന്. എങ്കിൽ തന്നെ ആഗ്രഹം പറഞ്ഞ കർത്താവ്, ഞാൻ അവിടെ ചെന്നൊന്ന് കണ്ടോട്ടെ. അത്ര പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം എന്താ പറഞ്ഞറിയാമോ? മതി, ഇനിയൊന്നും പറയണ്ട. 120 വയസ്സായപ്പോൾ പറഞ്ഞു, നീ ആ മലയുടെ മുകളിൽ കയറുക, നീ നോക്കേണ്ട സ്ഥലം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമുദ്രത്തിന്റെ അറ്റം വരെ ഉള്ള സ്ഥലം നിന്നെ ഞാൻ കാണിക്കാം. അപ്പൊ ദേഹബലം ക്ഷയിച്ചാൽ തനിയെ മല കയറിപ്പാൻ പറ്റുമോ? പറ്റത്തില്ല. തമ്പുരാൻ അവൻ ദേഹത്തിന്റെ ബലം കൊടുത്തു നിർത്തി. അന്നല്ല, നേരത്തെ തന്നെ അവൻ ബലം നിർത്തി. അവിടെ വെളിയിൽ കയറിയിട്ട് അത്രയും ദൂരം നോക്കി കാണണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണ്ടായോ? കണ്ണിന് കാഴ്ച കൊടുത്തു. ഇത് ബാഹ്യമായിട്ട് മാത്രമല്ല, അദ്ദേഹം ആത്മീയമായിട്ട് അകത്തെ മനുഷ്യൻ ബലപ്പെട്ടവനായിരുന്നു. നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു പരാതിയും പറഞ്ഞില്ല. 40 വർഷം ഈ ജനത്തെ ഞാനൊരു അമ്മ മക്കളെ നടത്തുന്ന പോലെ നടത്തി ഒത്തിരി കഷ്ടവും വേദന അനുഭവിച്ചിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു പരാതി വാക്ക് പറഞ്ഞില്ല. തനിക്കറിയാം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്ന്. സോമനസാലെ സ്വീകരിച്ചുകൊണ്ട് താൻ പോയി. അപ്പൊ മോശ നമുക്ക് ഒരു മാതൃകയാണെന്ന് പറയുന്നതിന്റെ ആശയം ഇതുകൊണ്ടാണ് പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, നമ്മുടെ ആദ്യത്തെ സഭ അതായിരുന്നല്ലോ, നല്ല മാതൃകയുള്ളൊരു സഭ, നല്ലൊരു സഭ, അവരെക്കുറിച്ച് ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. ആ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്നൊരു വാക്കുണ്ട് 1:17. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ മഹത്വം അറിയേണ്ടതിനായിട്ട്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? എഫെസോസിലെ വിശ്വാസികൾ നല്ല വിശ്വാസികളാ.
അവർ സ്നേഹമുണ്ട്, പ്രവൃത്തിയുണ്ട്, അധ്വാനമുണ്ട്, ഒത്തിരി കാര്യം അവരെ പറയാനുണ്ട്. എന്നിട്ടും തന്റെ പ്രാർത്ഥന എന്തുവാ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത് ദൈവദാസന് അവർക്ക് ഉള്ള നന്മയിൽ തൃപ്തനല്ല, ഇനിയും വളരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുമാത്രം വളരണം? ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഇതിന് പരിഹാരമായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. 119 സങ്കീർത്തനം 18 വാക്യം ഒന്ന് വായിച്ചേ. സാംസ് 119:18, 119:18. കാണാൻ അറിയാവുന്ന വാക്യമെങ്കിലും വായിക്കാം. കാരണം നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണം. ഇത് ഏത് കണ്ണാ? നമ്മൾ ഈ പുസ്തകം തുറന്നു വെച്ച് വായിക്കുന്ന കണ്ണല്ല, മുഖത്തെ കണ്ണല്ല. ഞാനിത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എന്റെ അകത്തെ കണ്ണുകൊണ്ട് ഈ സത്യങ്ങളെ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. അതേയുള്ളതിന് മാർഗം. നിന്റെ ആ അന്ധതയ്ക്ക് പരിഹാരത്തിനായിട്ട് കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക്. അതായത് ഏതാ ലേപം? ഇതാ ലേപം. ദൈവത്തിന്റെ വചനം, ദൈവസന്നിധി, ദൈവമായിട്ടുള്ള ബന്ധം. അത് മാത്രമേ നമുക്ക് കാഴ്ചപ്പാടുണ്ടാക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് ബൈബിൾ ക്ലാസ് കൊണ്ടുണ്ടാകുന്ന കാര്യം പരിജ്ഞാനം ഉണ്ടാവും, വായിച്ചാൽ അറിവുണ്ടാകും, പ്രസംഗിക്കും തോറും അറിവ് കൂടിക്കൂടി വരും. ഇതൊന്നുമല്ല കാഴ്ചപ്പാട്. കാഴ്ചപ്പാടെന്ന് പറഞ്ഞത് പ്രത്യേകമായിട്ട് ദൈവം നമുക്ക് തരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടതാണ്. പല വിഷയങ്ങളോട്, ജഡത്തിന്റെ സ്വഭാവത്തോടെ, സമ്പത്തിനോട്, സ്ഥാനമാനത്തോടെ, ശുശ്രൂഷയോടൊക്കെയുള്ള നമ്മുടെ മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തിന് മാറ്റം വരണം. അതാണ് കാഴ്ചപ്പാടെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. കാഴ്ചപ്പാട്. ഇവിടുത്തെ വിഷയം അതായിരുന്നു. നമുക്ക് ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവമേ, ഞാൻ നിന്റെ വചനം വായിക്കുമ്പോൾ അതിലെ അത്ഭുതങ്ങളെ കാണാൻ, സത്യങ്ങളെ കാണാൻ എന്റെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് ആ പ്രാർത്ഥന സാധിപ്പിച്ചു തരും. മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഒരു വാക്കോട് പറഞ്ഞിട്ടുണ്ട്. നീ നഗ്നനും എന്നറിയാതെ ഇരിക്കാൻ. 18-ാമത്തെ വാക്യം. നിന്റെ നഗ്നതയോട് ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളമെടുപ്പ് എന്റെ കൂടെ വിലയ്ക്ക് വാങ്ങാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ നഗ്നൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ നഗ്നരാ. അതതിന്റെ ആശയം. അതിന് വേറെ വാക്ക് പറഞ്ഞാൽ, ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ നടക്കാൻ പ്രായമായ കുഞ്ഞുങ്ങൾ കൂടി നടക്കുമ്പോൾ അവരാകെ ധരിക്കുന്ന ഒരു കൊച്ചു നിക്കറായിരിക്കും. സാധാരണ അങ്ങനെ ആയിരിക്കും. ചൂടൊക്കെ ആകുമ്പോൾ അവരെല്ലാം പറിച്ചു കളയും. ഒരു കൊച്ചു നിക്കിട്ടുകൊണ്ട് നടക്കും. അവർ വസ്ത്രം ധരിച്ചിട്ടില്ലയോ? ഉണ്ട്. നമ്മൾ അവരെ കാണുമ്പോൾ എന്താ പറയും? എന്താടാ തുണിയില്ല നടക്കുന്നത്? പറയത്തില്ലയോ? തുണിയില്ലയോ? തുണിയുണ്ട്. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ അവര് നഗ്നരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? നല്ല ഉടുപ്പൊക്കെ ഇട്ട് നടക്കണമെന്നാണ്. അപ്പോൾ ഒരു അല്പവസ്ത്രം ഉണ്ടെങ്കിലും അല്പവസ്ത്രധാരികളെയും ലോകം പറയുന്നത് നഗ്നരെന്നാണ്. ദൈവത്തിന് നമ്മൾ ആത്മീയ വസ്ത്രം എങ്ങനെ ധരിക്കണമെന്നൊരു ചിന്തയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതിൽ കുറഞ്ഞാൽ കർത്താവ് എന്ത് പറയും? നഗ്നരാണ്. നഗ്നരെന്ന് പറയും. നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്, നീതി എന്ന അങ്കി ഇടുവിച്ചിട്ടുണ്ട്. അത് മറന്നുപോകല്ലേ? യെശയ്യാ 61:10 പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോകല്ലേ? അതിന്റെ പ്രായോഗിക വശത്തോട് നമ്മൾ വന്നില്ലെങ്കിൽ ദൈവം പറയുന്നത് നീ ഇപ്പോഴും നഗ്നനാണെന്ന. അതിന് 1-2 കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാം. അത് വായിക്കണ്ട, അറിയാവുന്ന കാര്യമാണ്. ധനവാനും ലാസറും ജീവിച്ചിരുന്നു. ധനവാനെ വായിക്കുന്ന അവൻ ധനവാനായിരുന്നു. മാത്രമല്ല ധൂമ്രവസ്ത്രം ധരിച്ച്, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ആഡംബരത്തോടെ. വസ്ത്രമുണ്ടോ? വസ്ത്രമുണ്ട്. മരിച്ചു. അവിടെ ചെന്നു. വസ്ത്രമുണ്ടോ? അവിടെ ഇല്ല. അവിടെ ചെന്നവൻ ആരാ? അവൻ ദൈവദൃഷ്ടിയിൽ നഗ്നനാണ്. അതവിടെ വെളിപ്പെട്ടു. അവന്റെ പഠിപ്പിലേക്കെന്ന് പറഞ്ഞാൽ പുര അകത്ത്, പഠിപ്പുരെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത്, ഇതിനിടയ്ക്ക് ഒരു മതിലേ ഉള്ളൂ. മതിലിന് അപ്പുറത്ത് ആഡംബരത്തോടെ ജീവിച്ചു, മതിലിന് ഇപ്പുറത്ത് വേണ്ടവണ്ണം വസ്ത്രമില്ലാതെ ഒരാൾ കിടക്കുക. അവനോട് ചെന്നപ്പോൾ എന്തുണ്ട്? വസ്ത്രമുണ്ട്. വ്യത്യാസം മനസ്സിലായി. ഇവിടെ ആഡംബരത്തോടെ വസ്ത്രം ധരിച്ചവന് ദൈവദൃഷ്ടിയിൽ നഗ്നൻ. ഇവിടെ വസ്ത്രം നന്നായി ധരിക്കാൻ ഇല്ലാതെ ജീവിച്ച ഒരു ദരിദ്രനായ മനുഷ്യൻ, അവൻ ദൈവദൃഷ്ടിയിൽ വസ്ത്രമുള്ളവൻ. ഇതാ വ്യത്യാസം. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രഹസ്യമാണ് ഈ ആത്മീയ സത്യം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മെച്ചമായിരിക്കുന്നു നമുക്ക് തോന്നിയാൽ പോരാ,
മെച്ചമായിരിക്കുന്നു എന്ന് ദൈവത്തിന് തോന്നണം. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസ് 15 മുടിയൻ പുത്രൻ നമ്മളെങ്ങനെയാണെന്നല്ലോ പറയുന്നത്. അദ്ദേഹം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അപ്പൻ വീട്ടിലേക്ക് വരിക. അവൻ വരുന്നത് അവനുള്ള വസ്ത്രമൊക്കെ ധരിച്ച, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പാന്റ് ഷർട്ട് വാരിക്ക അല്ലെ മുണ്ട് ഉടുപ്പ് വാരിക്ക എന്ന് നമുക്കറിയത്തില്ല. അവൻ വസ്ത്രം ധരിച്ചു തന്നെ വരുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ വന്നപ്പോൾ അപ്പൻ എന്താ പറഞ്ഞേ? മേത്തരമായ അങ്കി കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്നാ? അവന്റെ വസ്ത്രം എന്റെ കാഴ്ചയിൽ പോരാ, അവന്റെ വസ്ത്രം എന്റെ നിലവാരത്തിന് പോരാ. അതാണ് കാര്യം. വസ്ത്രം ഇല്ലാഞ്ഞിട്ടല്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ വസ്ത്രത്തിന് കൊടുക്കുന്ന നിലവാരം, അഥവാ നമ്മുടെ ആത്മീയ സാക്ഷ്യത്തിന്, ആത്മീയ ജീവിതത്തിന്, ബാഹ്യമായി കാണുന്ന കാര്യത്തിന് നമ്മൾ കൊടുക്കുന്ന നിലവാരം അല്ല തമ്പുരാൻ കൊടുക്കുന്നത്. അവൻ പറഞ്ഞത് നീ നഗ്നനാണ് എന്ന് തന്നെ പറയും. അതാ രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തേത് യോസഫിന്റെ കാര്യം നമുക്കറിയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലോ യോസഫ് പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്നും ഓടിപ്പോകുന്നത് എങ്ങനെയാണ്? നഗ്നനായിട്ട്, ഉടുപ്പില്ല. വേറെ വസ്ത്രമുണ്ട്, പക്ഷെ ഉടുപ്പില്ലെങ്കിലും ഉടുപ്പ് ഇല്ല എന്ന കാരണത്താൽ ലോകം അവനെ കാണുന്നത് എങ്ങനെയാണ്? അവൻ നഗ്നനായിട്ട് ഓടിപ്പോയി. അപ്പോഴും തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് അവനെ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? കറപുരളാത്ത വസ്ത്രം ധരിച്ചവനായിട്ടാണ്. ശരീരത്തുടുപ്പില്ലെങ്കിലും അവന് സാക്ഷ്യമെന്ന വസ്ത്രത്തിൽ കറ പറ്റിയില്ലെന്നുള്ള സന്തോഷം തമ്പുരാൻ സ്വർഗത്തിരിക്കുമ്പോഴുണ്ട്. വസ്ത്രത്തിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? ഇതിൽ വിശദീകരിക്കാൻ പറ്റത്തില്ല. ജോസഫ് വിചാരിച്ചു വസ്ത്രമില്ലാത്തവനായിട്ട് ഓടിപ്പോണ്ടി വന്നാലും എന്റെ വസ്ത്രത്തിൽ കറ പറ്റാൻ പാടില്ല. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. നഷ്ടം വല്ലതും ഉണ്ടായോ? ഇല്ല. ആ പോയതൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലോട്ട് ഇട്ടു. അവിടെ ചെന്ന് വസ്ത്രം കിട്ടിയില്ലയോ? കിട്ടി. ഏത് വസ്ത്രമാണ്? കാരാഗ്രഹ വസ്ത്രം കിട്ടിയല്ലോ, കിട്ടി. അത് കഴിഞ്ഞപ്പം കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഇറക്കിക്കൊണ്ടുവന്നു. മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേവ് ചെയ്ത് റെഡിയാക്കി രാജാവ് കൊണ്ടുവന്നിട്ട് എന്താ കൊടുത്തത്? നേർമയുള്ള വസ്ത്രം, കൈക്ക് മോതിരം. രാജാവിന് രണ്ടാമത്തെ കസേരയിൽ ഇരുത്തി. വസ്ത്രം കിട്ടിയോ? കിട്ടി. കിട്ടേണ്ടപ്പോൾ കിട്ടും. ലോകം അംഗീകരിക്കാത്ത സമയമുണ്ട്. ലോകത്തെ കൊണ്ട് ദൈവം അംഗീകരിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് നീ നഗ്നൻ എന്ന് പറഞ്ഞതിന്റെ ആശയം, അവർ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് യോഗത്തിന് പോകുന്നവരാ. സഭയോടെ പറയുന്നത് എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് ആത്മീയമായ ഒരു കവറിംഗ് ഇല്ല. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരാ. നീ അങ്ങനെ ജീവിച്ചാൽ പോരാ. ഞാൻ നിനക്ക് തന്ന രക്ഷാവസ്ത്രം, നീതി എന്ന അങ്കി, ആ സംരക്ഷണം നീ വേണ്ടവണ്ണം ഉപയോഗിക്കുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്കറിയാമല്ലോ, വസ്ത്രം സാക്ഷ്യത്തെ കാണിക്കുന്നതാ. ഒന്ന്, വസ്ത്രം ഐഡന്റിറ്റിയെ കാണിക്കുന്നതാ. എന്തോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡി മലയാളം? ആ ഒരാൾ ആരാണെന്ന് തെളിയിക്കുന്നതാ. പോലീസുകാരനെ വസ്ത്രം കണ്ടാൽ അറിയാം. നേഴ്സിന് വസ്ത്രം കണ്ടാൽ അറിയാം. സെക്യൂരിറ്റി നിൽക്കുന്ന ആളിനെ വസ്ത്രം കണ്ടാൽ അറിയാം. മനസ്സിലായല്ലോ? വസ്ത്രം ഐഡന്റിറ്റിയാ. ഞാൻ ആരാണ് തെളിയിക്കുന്നതാ. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് തന്ന ആത്മീയ വസ്ത്രം ധരിച്ച് ഞാൻ ആരാ എന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് പറയും നീ നഗ്നനാണ് എന്ന് തന്നെ പറയും. ഇനിയും വളരെ കെയർഫുൾ ആയിക്കൊണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും, എത്ര യോഗ്യമായി ജീവിച്ചാലും, നമ്മുടെ വസ്ത്രം അഴിച്ച് നമ്മളെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്. അതാരാ? പിശാച. അവന്റെ പേര് കള്ളൻ എന്നാ. അങ്ങനെയല്ലയോ? ഒരു പേരുണ്ട്, കള്ളൻ എന്ന. അവൻ കള്ളനാണ്, കള്ളം പറയുന്നവനാണ്, അവൻ കൊലപാതകനാണ്. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ കള്ളം പറയുന്നു, ഭോഷ്ക് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ മോഷ്ടിക്കുന്നവൻ. കർത്താവ് പറഞ്ഞു കള്ളൻ വരുന്നത് കൊല്ലുവാനും അറക്കുവാനും തിന്നുവാനും, ഞാൻ വന്നത് ജീവനെ സമൃദ്ധിയായിട്ട് കൊടുക്കുവാൻ. അപ്പൊ പിശാച് കള്ളനാണ്. കേട്ടോ? ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഇറങ്ങിപ്പോയി. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരെന്ത് ചെയ്തു? വസ്ത്രം അഴിച്ചങ്ങെടുത്തു, തല്ലിയടിയാക്കി അർത്ഥപ്രദമായിട്ട് വഴിയിട്ടു. ഒരു വസ്ത്രമുണ്ടോ? ഇല്ല. ആരെടുത്തു? കള്ളനെടുത്തു. അവൻ എന്തിനു കുഴപ്പം കാണിച്ചതാണ്? ഇല്ല, കുഴപ്പം കാണിച്ചതാണ്. അവൻ പെട്ടുപോയതാ. ആ വാക്ക് മറന്നു പോകല്ലേ? നമ്മൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ, വളരെ പ്രാർത്ഥനയോടെ വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സന്തോഷമായി പോകാൻ ആഗ്രഹിക്കുമ്പോൾ കെണിയിൽപ്പെടുത്താൻ കഴിവുള്ളവരാണ് പിശാച്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്.
അവൻ തന്ത്രങ്ങളുണ്ട്. അവൻ ചതിക്കുന്നവനാണെന്ന് പൗലോസ് പറഞ്ഞു. ചതിക്കുന്നവനാണ്. കുരുതരൻ വായിച്ചാൽ ഹൗവയെ ഉപായത്താൽ ചതിച്ചു. അവൻ ഉപായിയാണ്, ചതിക്കുന്നവനാണ്. ഈ ഉപായം കൊണ്ടും ചതി കൊണ്ടും അവന്റെ കൈ വീഴുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? അതേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെളിച്ചതൂതന്റെ വേഷം ധരിച്ച് ഭക്തിയൊക്കെ നമ്മുടെ അടുത്ത് വരും. സൂക്ഷിക്കണം. അവിടെ നമ്മൾ വീണുപോകാൻ സാധ്യതയുണ്ട്. ഇനി അവിടെ നമ്മൾ വീഴുന്നില്ലെങ്കിൽ അടുത്ത വരെ എങ്ങനെ അറിയാമോ? പത്രോസ് പറഞ്ഞു, അലറുന്ന സിംഹം പോലെ ഭയപ്പെടുത്തിക്കളയും. നീ ചെയ്തില്ലെങ്കിൽ എന്റെ കൂടെ വന്നില്ലെങ്കിൽ, അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ, ആ സഹോദരനെ കുറിച്ച് അപവാദം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തിക്കളയും. എങ്ങനെങ്കിലും നമ്മളെ പിടിക്കാനുള്ള ശ്രമം പിശാച് നടത്തും. നമ്മൾ അബദ്ധവശാൽ അശ്രദ്ധയാൽ ജീവിച്ച് അവന്റെ കയ്യിൽ പെട്ടുപോയാൽ അവൻ നമ്മുടെ വസ്ത്രം അഴിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തും. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തും. നമ്മുടെ പേര് നഷ്ടപ്പെടുത്തും. അവന്റെ ലക്ഷ്യം അതാണല്ലോ. ഇനി ആദ്യം നഗ്നരാണെന്ന് ബോധ്യപ്പെട്ടത് ആർക്കാ? ആദമിന് ഹവ്വയ്ക്കോ. കാരണക്കാരനാരാ? ഈ പുള്ളിയാണ്. അപ്പൊ മനസ്സിലായി, ഇവന്റെ പണി നഗ്നരാക്കുക എന്നുള്ളതാണ്. നമുക്ക് അത് പരിഹാരം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ ശരിയാകത്തില്ലല്ലോ. അതിന് പരിഹാരം ക്രൂശിലേക്ക് നോക്കിയാൽ മതി. കർത്താവിന്റെ കുരിശുമരണം ധാരാളം കാര്യം വിശദീകരിക്കാനുണ്ട്. യോഹന്നാൻ 19 പറയുന്നു, അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്ത് ഒരു പൗത്തെടുത്തു, അങ്കി നെയ്ത്ത് ഇല്ലാത്തതായതുകൊണ്ട് അത് ആർക്കിട്ടുമെന്ന് അറിയേണ്ടതിന് ചീട്ടിട്ടു. കുറെ പൗത്തെടുത്തു, ഒരെണ്ണം ചീട്ടിട്ടെടുത്തു. അവന്റെ വസ്ത്രം അവൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. ഏതും തോട്ടത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ട രണ്ടുപേര് പാപത്തിന്റെ ഫലമായിട്ട് അവിടെ നിന്നുള്ള സകല പാപങ്ങളെ ഏറ്റുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിച്ച് ആ സമയത്ത് ആശ്ചര്യമായിട്ട് തന്റെ വസ്ത്രം ജനങ്ങൾ പകുത്തെടുത്തു. അവൻ അടക്കപ്പെട്ടവനെങ്കിലും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പത്മോസിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിപൂർണ മഹത്വധാരിയായിട്ട് അവന്റെ വസ്ത്രം മഹത്വമായിരുന്നു. അവനെ കാണുന്നു. നാം അവനെ അങ്ങനെ മഹത്വത്തോടെ മേലിൽ കാണാൻ പോകുകയാണ്. അവന്റെ മരണ അടക്ക പുനരുത്ഥാനം നമ്മുടെ നഗ്നതയ്ക്ക് പരിഹാരം വരുത്തി നമുക്ക് ആത്മീയ വസ്ത്രം കർത്താവ് തന്നു. അതിന് താൻ കൊടുത്ത വില എന്തായിരുന്നു? തന്റെ ജീവനായ രക്തം മുഴുവൻ വില കൊടുത്ത് ആ രക്ഷ സാധ്യമാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമായതിനെ കുറിച്ചോളാൻ പറഞ്ഞു. ദാനമായി തന്നെ. എന്നിട്ട് ഇവരോട് പറയുക, ആരോടാ? ലൗകിക സഭയോട് പറയുക, നീ നഗ്നനാ. നിന്റെ നഗ്നത വെളിവാകാതിരിക്കണമെങ്കിൽ എന്നോട് വെള്ള ഉടുപ്പ് എന്ത് ചെയ്യണം? വിലയ്ക്ക് വാങ്ങണം. എന്താ കാര്യം? രക്ഷ ഞാൻ തന്നത് ഫ്രീ ആയിരുന്നു, ദാനമായിരുന്നു. ഇനി നീ അതിനെ ഒരുമാതിരി അലക്ഷ്യമായിട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കുഴപ്പം കാണിച്ചു വെച്ചെങ്കിൽ ഇനി ഞാൻ ഫ്രീ ആയിട്ട് തരത്തില്ല. രക്ഷ മാത്രമേ ഉള്ളൂ ഫ്രീ, രക്ഷ മാത്രമേ ഉള്ളൂ ദാനം. അതിനോട് അനുബന്ധിച്ചുള്ളതൊക്കെ നാം അധ്വാനിക്കണം. ആത്മീയ വളർച്ച ദാനമല്ല, കൂട്ടായ്മ ദാനമല്ല, ശുശ്രൂഷകൾ ദാനമല്ല. നാം ചെയ്യണം, നാം വളരണം, നാം പ്രാപിക്കണം. നമ്മൾ എവിടെയൊക്കെ നഷ്ടപ്പെടുത്തിയോ അതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം വിനിയോഗിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാനും വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഇരിക്കണം. ദൈവത്തോടുള്ള ബന്ധം പുലർത്തണം. കഷ്ടപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ വില കൊടുത്ത് വേണം ഇനി അത് മടക്കിയെടുക്കാനായിട്ട്. രക്ഷ മാത്രമേ ഉള്ളൂ ഫ്രീ, രക്ഷ മാത്രമേ ഉള്ളൂ ഫ്രീ. അതും ഫ്രീ കിട്ടിയത് ഫ്രീ ആയിട്ടൊന്നുമല്ല, കൊടുക്കാവുന്ന മാക്സിമം വില താൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് ഫ്രീ ആയിട്ട് തന്നതാണ്. അതുകൊണ്ട് പറയുന്നു, നീ എന്നോട് വസ്ത്രം വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങണം എന്ന് പറയാം. എന്നെ പറയുള്ളവരെ, നമ്മൾ ദൈവസ്ഥനിൽ അങ്ങനെ നമ്മുടെ സമയങ്ങൾ ചെലവഴിപ്പാൻ ആഗ്രഹിച്ചാൽ അത് നമുക്ക് വെള്ളവസ്ത്രം തരും. അത് യഥാർത്ഥമായിട്ട് വെളിപ്പെടാൻ പറ്റുന്നൊരു സമയമുണ്ട്. നോക്കാം എപ്പോഴാണെന്ന്. വെളിപ്പാട് ദിവസം 19 അധ്യായം കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 19 അധ്യായമാണല്ലോ കുഞ്ഞാടിന്റെ കല്യാണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു മണവാളനും ദൈവസഭ മണവാട്ടിയുമായി അവൻ നമ്മെ വേടി കഴിക്കാൻ പോകുന്ന ദിവസമുണ്ട്. അവിടെ പറഞ്ഞേക്കുന്നത് 8-ാമത്തെ വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആർക്കാ? സഭയ്ക്ക്. ഏറ്റവും അവസാനത്തെ കാര്യം പറയുന്നത്, ഏറ്റവും അവസാനം സഭ കർത്താവുമായിട്ട് വേളിയിരിക്കുന്ന സമയത്ത് അവൻ മണവാളൻ, നമ്മൾ മണവാട്ടി. മണവാട്ടിക്ക് ലഭിക്കുന്ന വസ്ത്രമാണ്, ശുദ്ധമാണ്, ശുഭ്രമാണ്. അതെങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞേക്കുന്നത്?
അടുത്ത വാക്യം ബാക്കി. ആ, മനസ്സിലായോ? നീതിപ്രവർത്തികൾ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ എത്രമാത്രം നീതിയോടെ, എത്രമാത്രം വിശുദ്ധിയോടെ, എത്രമാത്രം വിശ്വസ്തയോടെ ദൈവമുമ്പാകെ ജീവിക്കുന്നുവോ അതനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും. ആ പ്രതിഫലമാണ് അവിടെ ചെല്ലുമ്പോൾ വസ്ത്രത്തിന്റെ ഭംഗി കൂട്ടുന്നത്. വസ്ത്രത്തിന്റെ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രത്തിന്റെ പൂർണ്ണത അവിടെ നാം ദർശിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഒരല്പം പ്രയാസം വന്നാലും ആരെങ്കിലുമൊക്കെ കൂട്ടുസഹോദരന്മാരാണേലും മറ്റൊരാണേലും സാക്ഷ്യം എന്ന വസ്ത്രം, നമ്മുടെ സാക്ഷ്യം എന്ന വസ്ത്രം പറിച്ചു കളയാൻ ശ്രമിച്ചാലും ഇട്ടുകൊടുത്തേരെ സാരമില്ല, സാരമില്ല. വഴക്കിന് പോകണ്ട, പ്രശ്നത്തിന് പോകണ്ട, ഒന്നിനും പോകണ്ട. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. കർത്താവെല്ലാം കാണുന്നുണ്ട്. ഒരിക്കൽ തക്കവണ്ണം പ്രതിഫലം കിട്ടും, തക്കവണ്ണം പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മുടെ ശോഭ അവിടെ വർദ്ധിക്കുവാനായിട്ട് പോകുകയാണ്. ഇവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞിരിക്കുന്നത്, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. അതന്നെ കർത്താവ് അങ്ങനെ പറഞ്ഞേ, ബുദ്ധി ഉപദേശിക്കുന്നു. സാധാരണ കർത്താവ് ഇത്ര ലളിതമായിട്ട് വാക്ക് ഉപയോഗിക്കാറില്ലല്ലോ. ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ അരുളി ചെയ്യുന്നു. ഇതൊരു കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ മക്കളാണ്, വിശ്വാസികളാണ്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സകല ആനുകൂല്യം തന്നിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ആൾക്കാർ, നിങ്ങളുടെ സമ്പത്ത് എല്ലാം കൂടെ വന്നപ്പോൾ നിങ്ങളൊരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി. ഇനി ആദ്യം മുതലൊന്നും നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. എവിടെയാണോ പരാജയം ഉണ്ടായത് അതിലൊരു വിജയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുന്ന ബുദ്ധി ഉപദേശം, എക്സോർട്ടേഷൻ, പ്രബോധനം നിങ്ങളത് കൈക്കൊള്ളണം. പ്രബോധനം കൈക്കൊണ്ടില്ലെങ്കിൽ അതിന് ദോഷമുണ്ടാകുമെന്ന് സദൃശവാക്യം എഴുതിയാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മോട് വളരെ സ്നേഹത്തോടെ പറയുക, സ്നേഹത്തോടെ പറയുക, ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ 4 കാര്യം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സമ്പന്നരാണോ നാം? നമ്മൾ അരിഷ്ടരാണോ? നിർഭാഗ്യരാണോ? നഗ്നരാണോ? കുരുടരാണോ? ഈ കാര്യങ്ങൾ അത് വേണ്ടവണ്ണം മനസ്സിലാക്കി അതിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിലേക്ക് വരാം, പ്രാർത്ഥിക്കാം, തീരുമാനമെടുക്കാം. കർത്താവ് നീ എന്നെ സഹായിക്കണം, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാം, ഞാൻ എൻ്റെ വില തരാം, ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഒരു സമർപ്പണത്തിന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവ് നമുക്കിതെല്ലാം മടക്കിത്തരും. വളരെ സമ്പത്തോടെ, കാഴ്ചപ്പാടോടെ, നല്ല സാക്ഷ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കർത്താവിന് വരവെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ പൂർണ്ണ മഹത്വം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ ചിന്ത ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകുവാൻ, ഇവിടെയും അവിടെയും നന്മയുണ്ടാകുവാൻ, അനേകർക്ക് സഹായമായി ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.